ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നമ്മുടെ തിരുവല്ലമല അമ്പലത്തിൽ നിറവാല വിവാഹോത്സവമാണ്. അപ്പോൾ അതിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എപ്പോഴും ഞാൻ ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് വരാറുണ്ട്. എൻ്റെ അച്ഛമ്മയൊക്കെ ആയിട്ട് എല്ലായ്പ്പോഴും ഇവിടെ ഉത്സവമാകുമ്പോഴും അല്ലാതെയൊക്കെ ഇങ്ങോട്ട് വരികയും തൊഴുതൊക്കെ കുട്ടിക്കാലം മുതലേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയായിരുന്നു. നിറവാലയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് നല്ല വിശേഷ ദിവസമാണ് വന്നപ്പോൾ എന്തായാലും വരാമെന്ന് കരുതി. ശനിയാഴ്ച ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു ആനയൊക്കെ ഉണ്ട്. അങ്ങോട്ട് അകത്തേക്ക് പോകണമെങ്കിൽ വരി നിൽക്കണം, എന്നാൽ മാത്രം നല്ല വരിയും തിരക്കുമാണ്. അതുകൊണ്ട് അതിനകത്ത് പോയിട്ട് ഞാൻ തൊഴുതുന്നില്ല. ജസ്റ്റൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് തൊഴുതിയിട്ട് വീട്ടിലേക്ക് പോകാൻ നേരം നല്ല തിരക്കാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം കേട്ടോ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇത് ശ്രീരാം ലക്ഷ്മണൻ്റെ ഇതാണ് കേട്ടോ, നടയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതി. നട അടച്ചിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഹനുമാൻ ക്ഷേത്രമാണ് കേട്ടോ. ചെറിയൊരു കുഞ്ഞു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രീരാമജയം എന്നൊക്കെ ബുക്കിൽ എഴുതിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇത്തവണ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു വീട്ടിലേക്ക് വന്നത്. എനിക്ക് എഴുതാനായിട്ട് ബുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി എഴുതി കാലത്ത് എഴുന്നേറ്റ് എഴുതാമെന്ന്. പക്ഷേ കാലത്ത് എനിക്ക് പറ്റിയില്ല. ഞാൻ എഴുതിയത് അവിടെ വീട്ടിലിരിക്കണം, ചേർത്തലയിലിരിക്കണം. അപ്പം ഇനി അടുത്ത തവണ വരുമ്പോൾ കൊണ്ട് വെക്കാമെന്ന് എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ എഴുതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ട്, എന്താഗ്രഹമാണെങ്കിലും നമ്മൾ ഹനുമാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയിട്ട് ഇവിടെ കൊണ്ട് വെക്കണം. നമ്മുടെ ആഗ്രഹവും തീർച്ചയായിട്ടും അത് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുന്നതാണ് കേട്ടോ. കണ്ടോ, ശ്രീരാമചന്ദ്രൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. എഴുതി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ എഴുതിയാണ് കേട്ടോ. കാണിച്ചത് അമ്പലത്തിൽ വന്ന് അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഒത്തിരി ആനകളെ കാണിക്കാം കേട്ടോ. ഒത്തിരി ആനകളെ ചാട്ടുകൂടും. പക്ഷെ എനിക്ക് പേടിയാണ് ഫ്രണ്ട്സ്. ചെറിയച്ഛൻ, അതുപോലെ തന്നെ അച്ഛമ്മ, ചെറിയച്ഛൻ്റെ മക്കളെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇപ്പം ഇങ്ങോട്ട് വരാൻ ആരുമില്ല ഫ്രണ്ട്സ്. ഞാനാണ് വരുന്നത്. അപ്പോൾ കാഴ്ചയിലൊക്കെ തീരെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ എപ്പോഴും ചേർത്തലയിലായിരിക്കും. എനിക്ക് എപ്പോഴും വിഷമമാണ് കേട്ടോ. തിരുവല്ലമല അമ്പലത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്നെനിക്ക് എപ്പോഴും എനിക്ക് വിഷമമാണ്. തീരെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് നമ്മുടെ അമ്പലത്തിൽ എന്തോ ഒരു വിശേഷമുണ്ടെന്ന്. അപ്പോൾ കലണ്ടർ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നിറവാലയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വന്നു. എനിക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ എൻ്റെ
നാളെ പുണർദമാണ്, ശ്രീരാമ ദേവൻ്റെ നാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ആലോചിച്ചിട്ടാണ് എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തില്ലാത്തൊരു സന്തോഷമാണ് ഫ്രണ്ട്സ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്നത്. അതിനെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ ഇവിടെ തിരിച്ചിങ്ങോട്ട് വരാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ വീടെത്തണം എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അകത്തൊക്കെ പോയി കുറേ കാഴ്ചകളൊക്കെ കൊണ്ട് ഭഗവാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോസും ഒന്നും കൂടി എടുത്ത് ഇത് കണ്ടിട്ട് നിറച്ച് തിരക്കാണ്. അപ്പോൾ നമ്മൾ നെടുമ്പാല തൊഴുതാൻ വരിക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ തിരുവല്ലാമലയിലെ ശ്രീരാമക്ഷേത്രം തിരുവാതിരനാഥ ക്ഷേത്രം തിരിച്ചത്. അപ്പം എനിക്കിവിടെ വന്ന് തൊഴുതാനും വരാനും ഒക്കെ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് പുണ്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിത് വന്നത്. ഡിസ്പ്ലേ ആയി പറയും നമ്പർ മൂന്നുകൂടി ഒപ്പൊക്കെ സ്റ്റോറേജ് കൂടെ അറിയില്ല. Narco.